ഈടാ മോനെ, നിനക്ക് മുഴുവൻ ഭ്രാന്താണ്. എടി ഭാരതി, ഭാരതി, ശബ്ദിച്ചു പോയില്ല. നിങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ആരെങ്കിലും വന്നാൽ എല്ലാത്തിനെയും ഞാൻ ചുട്ടുകളയും. പൊന്നുമോനെ, ഞാനാണ് നിന്റെ അച്ഛൻ. എടുക്ക പണപ്പെട്ടിയുടെ താക്കോൽ. പണപ്പെട്ടിയുടെ താക്കോൽ എടുക്കാൻ നടക്ക്. എങ്ങോട്ടാ മോനെ? പണപ്പെട്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടക്ക്. നടക്കാന്ന് പറയുന്നത് ചുറ്റുകളെയും നടക്കുക. ഞാൻ തോക്കല്ലേ പിടിച്ചോളി. നാല് വശവും കവർ ചെയ്തോണ്ട് രണ്ടുപേര് അതിലേ പോ, നീ ഇതിലേ പോ. സൂക്ഷിച്ചോണം, ആള് ഭയങ്കരനാണ്. ഇതിലെങ്ങാനും വന്നാൽ ഞാൻ അവനെ എടുത്തോളാം. ചാക്കോ, ഇവിടെ ഞാൻ പിടിച്ചു. ചാക്കോ കൊണ്ടുപോ ജീപ്പിലേക്ക്. കയറ്റി വേഗം അവനെ അങ്ങോട്ട്.
ചാക്കോ, ഉത്തരവ്. ഇവിടെ നേരെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയിക്കുള്ളൂ. അപ്പൊ ഏമാനോ? ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഉടനെ വന്നേക്കാം. അയ്യോ, എന്റെ പൊന്നേമാനെ, ഇവൻ ആള് മഹാ ചീത്തയാ, ഇവൻ കള്ളനാ. ഈ ഏമാനും കൂടെ വരണം. ശരി, എന്നാ കയറു വേഗം. ഉത്തരവ്. ഇവിടെ 324. ഉത്തരവ്. ഈ സൈക്കിൾ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരണം. ഉത്തരവ്. എല്ലാരും കയറാം. വിട്ടോളൂ. മോളെ, മോളെ രമണി, രമണി, നീ വന്ന് ഓടി വന്നേ മോളെ, ഓടി വന്നേ മോളെ. നീ ഇതൊന്ന് വായിച്ചു നോക്കും മോളെ. തസ്കര പ്രമാണി കസ്റ്റഡിയിൽ. ബുദ്ധിമാനും സുന്ദരനും കുലീന കുടുംബജാതനും ജനസംബന്ധനുമായ ഇൻസ്പെക്ടർ ശ്രീ വേണുഗോപാലന്റെ വേഷം ധരിച്ചു നടന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും നാട്ടുകാരെയും നിരന്തരം വഞ്ചിച്ചു കൊണ്ടിരുന്ന ഒരു തസ്കര പ്രമാണിയെ ശ്രീ വേണുഗോപാലൻ തന്നെ തന്റെ വീരസാഹസികമായ പ്രവർത്തന ഫലമായി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കിയിരിക്കുന്നു. വീഴ്ചയിൽ പറ്റിയ പരുക്ക് മൂലം ഇപ്പോഴും ബോധരഹിതനായി പോലീസ് കസ്റ്റഡിയിൽ ആസ്പത്രിയിൽ കഴിയുന്ന തസ്കര പ്രമാണിയുടെ ഊരും പേരും അജ്ഞാതമാണെന്നുള്ള കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. ആ കള്ളനാ മോളെ നിന്നെ പറ്റിച്ചത്. വേണു എന്റെ മോളെ തെറ്റിദ്ധരിച്ചു. നിനക്ക് ഒരുങ്ങാനുണ്ടെങ്കിൽ വേഗം പോയി ഒരുങ്ങിക്ക്. നമുക്കൂടെ വേണുവിന്റെ അടുത്തേക്ക് പോകണം. വീഴ്ചയിൽ പറ്റിയ പരിക്ക് മൂലം ഇപ്പോഴും ബോധരഹിതനായി പോലീസ് ബന്ധത്തിൽ ആസ്പത്രിയിൽ കഴിയുന്ന തസ്കര പ്രമാണിയുടെ ഊരും പത്രം വായിക്കുന്നത്. വീഴ്ചയിൽ പറ്റിയ പരിക്ക് മൂലം ഇപ്പോഴും ബോധരഹിതനായി പോലീസ് ബന്ധത്തിൽ ആശുപത്രിയിൽ കഴിയുന്ന അതെ ആശുപത്രി തസ്കര പ്രമാണിയുടെ ഊരും പേരും അജ്ഞാതമാണെന്നുള്ള കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. കണ്ടതൊക്കെ മതി. പോരടാ, നിങ്ങൾ എല്ലാം വിളിക്കാണ്. പോരടാ, പോകാൻ എന്റെ വേണു, ഇങ്ങനെ ഒരു ചതിവ് ഇനി പറ്റാനില്ല. എത്രയേറെ രൂപ നഷ്ടപ്പെട്ടു, എന്തെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടായി. ഇപ്പോഴെങ്കിലും അവനെ പിടി കിട്ടിയത് മഹാഭാഗ്യം. സംഭവിച്ചതെല്ലാം അത്ഭുതങ്ങളായിരിക്കും അല്ലേ രമണി? മതി മതി, നല്ല ആണ്. അത് നീ എന്തിനാ മോളെ അവനോട് പരിഭവിക്കുന്നത്? എല്ലാം ഒരു തെറ്റിദ്ധാരണയല്ലായിരുന്നു. ഇവിടെ എന്താ ഒരാൾക്ക് നാക്കില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ പറഞ്ഞത്? അച്ഛൻ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ആലോചിക്കായിരിക്കും. ഇല്ല, എനിക്ക് ഭ്രാന്ത് വന്നപ്പോൾ നടത്തിയ ചികിത്സകളെ കുറിച്ച് ആലോചിക്കായിരിക്കും. അതെല്ലാം അന്ന് അങ്ങനെ സംഭവിച്ചു പോയി പോലെ സംഭവിച്ചു. കൊച്ചേമാനായതുകൊണ്ട് നമ്മളെല്ലാം ഊളം പറ കൊണ്ടുപോയിട്ടില്ല.